ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഡേ ഒന്നുമല്ല, കാരണം തേഴ്സ്ഡേ ക്ലാസ് തുടങ്ങിയാണ്. പക്ഷേ എനിക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെയാണ് എൻ്റെ കോളേജിൽ ഫസ്റ്റ് ഡേ. എനിക്ക് ഫസ്റ്റ് ഡേ ഇന്നലെയായിരുന്നു, പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ ഫോൺ അലൗഡ് ആണോ എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സാധാരണ യൂഷ്വലി എങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യല്. ഇന്നിപ്പോൾ അങ്ങനെ യൂഷ്വലി സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ പറയാൻ കാരണം എൻ്റെ ഫ്രണ്ട്സൊന്നുമില്ല. യൂഷ്വലി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഇവിടെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യല്. പക്ഷേ ഇപ്രാവശ്യം അതില്ല. അപ്പോൾ ഇന്ന് വെനസ്ഡേ കൂടിയാണ്. അപ്പോൾ ലീവൊന്നുമില്ല, ക്ലാസ് ലീവില്ല. അങ്ങനെ ലീവില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ക്ലാസ് തുടങ്ങി, എനിക്കും തുടങ്ങി. അപ്പോൾ നമുക്കങ്ങനെ കാണാനോ സംസാരിക്കാനൊന്നും പറ്റില്ല. സോ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഓൾസോ ഞാൻ ഈ കോളേജും ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോണതെന്നൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമായിരുന്നു. ഇപ്പോൾ സമയം 6:30 സംതിങ്. കാരണം ഞാൻ പെട്ടെന്ന് നയിച്ചത് 6:30ക്കാണ്. അപ്പോൾ എല്ലൊന്നും തിരിച്ചില്ല. എന്ത് കോസ്റ്റ്യൂം ഇടണമെന്ന് പോലും എൻ്റെ മൈൻഡിലില്ല. ഏതായാലും പോയി വെക്കാം. ഓക്കെ, അത് നമുക്കൊന്ന് പോയി പല്ല് തേക്കാം, എന്നിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാം. എന്നൊരു സോപ്പാണ്, കൊറിയൻ ബ്രാൻഡ് എന്തുവാണ്. അപ്പോൾ ഞാൻ എന്നാലും കൈമ ട്രൈ ചെയ്തത് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ ഇല്ലേന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല, അത് യൂസ് ചെയ്യും. ഒരു 8:45 ആയപ്പോൾ എൻ്റെ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. കോളേജിൽ ഞാനൊരു 10-15 മിനിറ്റ് മുന്നേ എത്തിന്. അപ്പോഴും നല്ല മഴയാണ്. അപ്പം ഞാൻ വണ്ടി ഇവിടെ ഷെഡിൽ കൊണ്ട് നിർത്തി. രാവിലെ തൊട്ട് കണ്ടൻറ്റുകളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇന്ന് ഫ്രീ ആയത്. അപ്പോൾ അത് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ചെറിയൊരു ഷോട്ട് എടുത്തു എന്നുള്ളൂ. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, ഇല്ലെങ്കിൽ അതിലൊന്നും എനിക്ക് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഇതാണ് ഞങ്ങളെ ക്ലാസ് റൂം. ക്ലാസ്സൊക്കെ വലിയ ഇഷ്ടമായില്ലെങ്കിലും ക്ലാസ്സിലുള്ളവർ എനിക്കിഷ്ടം. അവിടെ കാണുന്നുണ്ടോ? ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അന്ന ഭയങ്കര ക്യൂട്ടാണല്ലേ, അന്ന ഭയങ്കര ചൊറുക്കല്ലേ. ഞാൻ കാര്യത്തിൽ പറഞ്ഞ അന്ന ഭയങ്കര ക്യൂട്ട് ചൊറുക്കാണ്. ബൈ ബൈ. സീരിയസ്ലി എന്നോട് ഒറ്റക്കാക്കിയിട്ട് പോവാ. ബോയ്സ് ഫുള്ള് ഇൻട്രോവേർട്സ് അല്ലേ. നോളാണ്, ഒന്നിനും പറ്റില്ല. ഒക്കെ ഒരു നോളകൾ. 5 പൈസ കെട്ടിട്ടോ ഒന്നിന്. ഒക്കെ പെണ്ണുങ്ങളെ പോലെ. പെണ്ണുങ്ങൾ മീൻസ്
അല്ലടി ഓലെ ഒന്നും കൂടി ഉണ്ടാവും. എന്നാലും നമ്മളെ ഇതിത്തെ കുഴപ്പമില്ല കേട്ടോ. നമ്മളെ ക്ലാസ്സിലെ പിന്നെയും വലിയ കുഴപ്പമില്ല. എല്ലാവരും അഫ്നാനൊക്കെ നല്ല ആക്റ്റീവാണ്. സ്റ്റുഡൻസിന്റെ പാർക്കിംഗ് ഏരിയ ഈ സൈഡില് മുബാറക്കൊക്കെ ഞാൻ കണ്ടു സീനിയേഴ്സിന്റെ ചെറിയ കുടിശ്ശിത പരിപാടികൾ സീനിയേഴ്സിന്റെ. അന്റെ ഈ ഒരു എന്താ സ്ക്രീന് എന്താ വിഷ്വല് ഇതെന്താ മുഖത്തേച്ച് കണ്ടേ പറഞ്ഞ എന്താണ് കണ്ണിൽ എന്താണ് കണ്ണില് ഹൈലൈറ്റർ ഗൈസ്, പിന്നെ സൺസ്ക്രീന് ലിപ്സ്റ്റിക് ഏതാ ബ്രാൻഡ് ഏതാ ഷെയ്ഡ് ഏതാ കോസ്റ്റ്യൂം മറ്റേ എന്താണ് ഒരുമാതിരി LP സ്കൂള് കുട്ടികളെ മാതിരി ഷൂ തുറച്ചിട്ട് അന്റെ ഗ്രാഫ് താന്നൂന്നാ പറഞ്ഞത്. ആസ്തെറ്റിക് ഹന്ന. ഇനി ഹന്ന അറിയപ്പെടും ആസ്തെറ്റിക് ഹന്ന എന്ന രീതിയിൽ. എന്റെ കോസ്റ്റ്യൂമിന്റെ റേറ്റ് പറഞ്ഞ ഇതിൽ ഏതൊക്കെ എന്റേതെന്നൊന്ന് പറഞ്ഞ അന്നന്റെ വക തന്നെ കൊറേ ഒരു കണ്ടന്റ് കിട്ടി. ഇന്ന് രാവിലെ തൊട്ട് കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. മഴ പെയ്തു, കണ്ടന്റ് കിട്ടിയില്ല. ഫോണ് നന്നാക്കാൻ കൊടുത്തിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് മഴ കാരണം എനിക്ക് പലതും എടുക്കാൻ പറ്റില്ല. ഇന്റർവെല്ലിന്റെ ടൈമിൽ നിങ്ങളെല്ലാവരും ആരുമില്ല. അതേപോലെ തന്നെ എന്താ ആകെ ഒരുമാതിരി അല്ല. പക്ഷെ BCA എന്നെ രക്ഷിച്ചു. ഡിബേറ്റ് കൊന്നുള്ളൂ, കത്തിച്ചു നമ്മൾ സീനിയേഴ്സ്. നമുക്ക് ഇവിടെ എന്താണ് അവിടെ ഇതിന് മാത്രം വലിയ ചർച്ച, ഭയങ്കര ചർച്ച. എന്തല്ലേ ബാങ്ക് കൊടുക്കണം, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലേ. ഇന്നലെ ഡേയ്സ് ഞാൻ എൻ്റെ വണ്ടി ഉള്ളിൽ കയറ്റി നിർത്തി, ഫുള്ള് ലോക്കായി. അതിൻ്റെ ഉള്ളിൽ എൻ്റെ വണ്ടി ഉണ്ട്. ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറക്കിയിട്ടു, നമ്മള് പുറത്താവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആൽഫ ഫീമെയിൽസ് ആണ്. എന്നിട്ട് വണ്ടി ഞാൻ പുറത്തിട്ടപ്പോൾ ഏതോ ഒരു കൂടെ എൻ്റെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിട്ട് കാണാൻ അതിൻ്റെ പുറത്ത് ബൈക്ക് കൊണ്ടിട്ടു. എന്തല്ലേ നല്ല കാറ്റ്, മഴ പെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഞാൻ കാണുന്നു. നല്ലൊരു ഇടി വെട്ടാനുള്ള അന്തരീക്ഷത്തിന്റെ മട്ടും പാവം പാറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളെ കൂടെ ആരാ പോകുള്ളത്? സ്റ്റിൽ ഫോട്ടോസ്, അതേപോലെ ഗ്രൂപ്പിൽ എന്ത് പേരിടാം, ഇൻസ്റ്റാ അക്കൗണ്ടിന് എന്ത് പേരിടാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കണ്ണാപ്പി പൂക്കി സീനിയേഴ്സ് അവിടെ വളരെ അതെ. അർജന്റീന വേഴ്സസ് സ്പെയിൻ, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒന്ന് പൊളിക്കും. ഇതാ അവളെ പേരെന്തായിരുന്നു? ജുബിന അന്തകമ്മിയായിട്ട് നടന്നു വന്ന് അവിടെ അവശനായി വന്നിരുന്നു. കൈകൂപ്പുന്നു, ഇടരുത് എന്ന് പറഞ്ഞ് കൈകൂപ്പുന്ന ജുബിന. മോട്ടർ ടീംസ് കുറച്ചൊക്കെ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ കയറാം. നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യും, ചിരിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലൊക്കെ ജഡ്ജ് ചെയ്യും. ഒക്കെ ജാടയാണ്. അപ്പോൾ എന്താ ഓൽക്ക് ഇങ്ങോട്ട് വന്നിട്ട് വർത്താനം പറഞ്ഞൂടെ? അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വർത്താനം പറയാനുള്ള ഒരു ചാൻസ് തരാതെ അതിന് മുന്നേ ജാടേന്ന് അങ്ങോട്ട് തീരുമാനിക്കല. എന്തൊരു സൊസൈറ്റിയാണിത്. ശേ
ഞാനൊരു എക്സ്ട്രോവേർട്ട് മ്ലേച്ഛകരമായ സ്വഭാവമാണ് അതൊക്കെ. നമ്മളൊരാളങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും. ഞാൻ ഒരിക്കലും ഒരാളെ കോസ്റ്റ്യൂം വൈസ് ജഡ്ജ് ചെയ്യാറില്ല. പറയേ ഫിസിക്കൽ സ്ട്രെങ്ത്, അതിനു വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. ഓൾസോ ഇത് അവിടെ ഒരു ക്യാമ്പസ് കഫേ, തുറക്കാത്ത ക്യാമ്പസ് കഫേ, ഒരു ഉപകാരമില്ല. ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. ബൈ. ഇനി ഞാൻ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും കുറേ കാര്യമില്ല. ഇതാ എൻ്റെ വണ്ടി അവിടെ ഉണ്ട്, എല്ലാം ഒഴിഞ്ഞു. ഇനി ഞാൻ പോട്ടെ, വീട്ടിലെത്തിയിട്ട് കാണും. ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴിയിൽ നല്ല മഴയുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇതാണ് സംഭവിച്ചത്. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷേ പറഞ്ഞല്ലോ ഫോണിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇടയ്ക്ക് സൗണ്ടൊക്കെ അങ്ങനെ കേൾക്കില്ല, ചിലപ്പോൾ കേൾക്കും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കണമെന്നുള്ളത് സൗണ്ട് കേൾക്കുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മോൻ്റെ മുഖത്തിലൊരു സന്തോഷമില്ലാത്ത ആ കേക്ക് വായിലെത്താതെ മോൻ്റെ മുഖത്ത് തെളിച്ചം വരില്ല. ആൻറ്റിക്ക് കൊടുക്ക്, ആൻറ്റിക്ക് കൊടുക്കാന്നൊരു പൊട്ട് കൊടുക്കാൻ. എനിക്ക് വേറെ ആരെയും ആവശ്യമില്ല. പിന്നെ ചോക്ലേറ്റ് കേക്കാണ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാനും വെയിറ്റ് ചെയ്തില്ല. രസമുണ്ടോ നോൻ്റെ പാത്രോടെ കൊടുത്താൽ ഞങ്ങൾക്ക് പോകുന്നു. എന്താ പറ്റിയോ എന്ത് അയക്കാടിയോ ഇല്ലയോ? എനിക്ക് ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയൊരു ടോയ് വാങ്ങി. അപ്പോൾ എനിക്ക് ഇതൊക്കെ തരുമ്പോൾ ചിലപ്പോൾ ഒരു പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് താത്താൻ്റെ പ്ലാനാണ് ഒരു ഗിഫ്റ്റ് റാപ്പിൽ ചെറുതായിട്ടൊക്കെ പാടെ കെട്ടിക്കൂട്ടി കൊടുത്തിന്. വാങ്ങേ കൈകൊണ്ട് വാങ്ങേ ആ അങ്ങനെ പൊളിച്ചോട്ടെ പൊളിച്ചോട്ടെ. അത്ര തന്നെ ഉള്ളു. അതിന് പിന്നെ റബ്ബർ ബാൻഡ് ഇട്ടു. എന്തോ എന്താണ് അല്ലേ പരാതിയാണല്ലോ പറഞ്ഞത്. ഭയങ്കര വണ്ടിയാണ്. ഇതായിരുന്നു കേക്ക്. എൻ്റെ വീഡിയോ ഒന്നും എൻ്റെ അടുത്തില്ല. പിന്നെ ഇതായിരുന്നു എനിക്ക് താത്താൻ്റെ വകയുള്ള ഗിഫ്റ്റ്. എൻ്റെ ഒരു എയർബഡ്സ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ 2 ഉണ്ടായിരുന്നു. രണ്ടും ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ കുറിപ്പില്ലേ ഓന് കേട് വരുത്തി തന്നെ. അല്ല, ഓന് അത് കണ്ടു കഴിഞ്ഞാൽ ഓന് ചെറുതായിരുന്നപ്പോൾ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ചെങ്കിലും ബോധം വെച്ചു. പിന്നെ ഇതാണ് ഉമ്മാൻ്റെ വകയുള്ള ഡ്രസ്സ്. എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമായി, കാരണം ഞാനൊരു ലൈറ്റ് ബ്ലൂ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുക. ഇതും അതുപോലെ അതിൻ്റെ കൂടെ ഒരു ഷിമ്മറിൻ്റെ ഷോളും, പിന്നെ ഒരു ഫസ്റ്റ് ഞാൻ ഫോർമൽ പാൻ്റാണെന്നാണ് കരുതിയത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അത് ലൈക്ക്
ലൂസ് ഫിറ്റ് ടൈപ്പ് ഓഫ് ഒരു പലാസോ ടൈപ്പ് ഓഫ് പാൻറ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എടുത്തപ്പോൾ അത് ഫോമൽ പാൻ്റാണല്ലേ. എൻ്റെ ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ അത് ഫോമലായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ താഴത്തേക്ക് പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അങ്ങനത്തെ അല്ല എന്നുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത്. എനിക്ക് ഒക്കെ കഴിഞ്ഞിട്ടൊരു കൺക്ലൂഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ആകെ ടയേർഡായിരുന്നു. മഴ, ക്ലാസ്, പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒക്കെ ആകെ ടയേർഡായിന്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.